മമ്മൂക്കയുടെ വയനാട് ടൗൺഷിപ്പ് സന്ദർശനവും ആ സന്ദർഭത്തിലുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി സഖാവ് റഫീഖിൻ്റെ സാന്നിധ്യവും അതിനോട് മമ്മൂക്ക പ്രതികരിച്ചതും എല്ലാം തിരിച്ചും മറിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിശാലമായ, ചെറും വിശാലതയല്ല, മഹാവിശാലതയായ ചർച്ച നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ റഫീഖിനെ പറഞ്ഞതിൽ വളരെ മാരകമായ തെറ്റ് കണ്ടെത്തി കുറേ പേർ, പിന്നെ റഫീഖ് അർഹനായിരുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റു കുറേ പേർ, ഇങ്ങനെ ഇരുവശത്തു നിന്നും വലിയ വിചാരണയും സംഗതികളുമൊക്കെ നടക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ മമ്മൂട്ടി സന്ദർശിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പോസ്റ്റ് ഇടുകയും ഇന്ന് വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് അതൊക്കെ ഒരു അപ്രസക്തമായ കാര്യമാണ് എന്ന തരത്തിൽ പ്രതികരിക്കുകയുമൊക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ വിഷയം പരിശോധിക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും ശരിയും തെറ്റുമുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നത്. പിന്നെ ഇത്തരം ചെറിയ കാര്യങ്ങളെ വല്ലാണ്ട് ചർച്ച ചെയ്യുന്ന വേളകളിൽ ഈ പ്രതിഭകളും പെരുമാറ്റവും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചില ശീലങ്ങളിൽ അധിഷ്ഠിതമായ വിഷയങ്ങൾ കൂടി പറഞ്ഞെങ്കിലേ അത് പൂർണ്ണമാകും. മമ്മൂക്ക വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ചു. ആ സന്ദർശിച്ചതിൻ്റെ പ്രേരണ എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഒരുപക്ഷെ അതിനെക്കുറിച്ച് കേട്ടതൊക്കെ കേട്ടപ്പോൾ, അല്ലെങ്കിൽ വയനാടെന്ന് പറയുന്ന ഒരു വികാരം, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരുടെ പുനരുജ്ജീവനമൊക്കെ ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ളതുകൊണ്ട് അതൊന്ന് സന്ദർശിച്ച് കളയാം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് മനസ്സിലുണ്ടായിട്ടാകണം അദ്ദേഹം അവിടേക്ക് പോയത്. സ്വാഭാവികമായി അദ്ദേഹം അവിടെ സന്ദർശിക്കുന്നു എന്നുള്ളത് മാധ്യമപ്രവർത്തകരിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ അവിടെ വല്ലാണ്ട് വാർത്തയായിട്ടുണ്ടാവാം. അങ്ങനെ വാർത്ത ഉണ്ടായ വേളയിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ റഫീഖ് അവിടേക്ക് ഈ സമയത്ത് ചെന്നതും ന്യായമായ കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷേ മോഹൻലാലാണ് ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ റഫീഖ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് 2-3 തവണ ആലോചിക്കും. എന്നാൽ മമ്മൂട്ടി ചെല്ലുമ്പോൾ അദ്ദേഹം കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്. പിന്നെ അറിയപ്പെടുന്ന എന്തെങ്കിലും രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ മേൽ പറയാമെങ്കിൽ പറയാൻ കഴിയുന്നത് ഒരു ലെഫ്റ്റിസ്റ്റ് ആശയമാണ്. പിന്നെ അതുകൂടാതെ ബ്രിട്ടാസൊക്കെ അടക്കമുള്ളവർ കൈരളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു LDF സർക്കിളിലാണ് പുള്ളി നിന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി പുള്ളി അവിടെ എത്തുമ്പോൾ റഫീഖിൻ്റെ അസാന്നിധ്യം, അവിടെ ചെന്നിട്ടും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് നാളെ ചോദിച്ചേക്കുമോ, പിന്നെ ഇലക്ഷൻ സമയമാണ്, സ്വാഭാവികമായി മമ്മൂട്ടി വരുന്നതിൻ്റെ ഒരു പ്രസക്തിയും വാർത്തയുമൊക്കെ അതിലൊരു രാഷ്ട്രീയ സാധ്യതയുണ്ട്. ഇനി അവിടെ ചെന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ വിമർശനവുമാകാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അവിടെ പോയതും അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായി ആ നടക്കുന്നവരുടെ കൂട്ടത്തിലെ പ്രധാനി പുള്ളി ആയതുകൊണ്ട് പുള്ളി അതിനോടൊപ്പം നടക്കുകയും ഒക്കെ ചെയ്തത്. ഒരുപക്ഷേ സിദ്ദീഖ് MLAയും അറിഞ്ഞിട്ടുണ്ടാവും ഇത്. പക്ഷേ സിദ്ദീഖ് പഴയ കൂവലിൻ്റെ കഥയൊക്കെ ഓർത്തപ്പോൾ എന്തിന് അനാവശ്യമായ സ്പേസ് നമ്മൾ എടുക്കണം, ഇത് വരുന്നതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, PRD പ്ലാൻ ചെയ്ത് വരുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്നറിയാതെ പിടി കൊടുക്കണ്ട എന്ന് കരുതിയാവും സിദ്ദീഖ് മാറി നിന്നത്. കാരണം മമ്മൂട്ടിയോട് ഇപ്പോൾ ഫോണിൽ വിളിച്ച് എന്താ മമ്മൂട്ടി വരുന്നത്, എന്താ അതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞൊന്നും ചോദിക്കുക ഒരു സ്വാഭാവികമായ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് റഫീഖ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്നു കണ്ടു. ഇനി മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താവും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക, ഇലക്ഷൻ സമയമാണ്, ഒരു പാർട്ടിക്കാരൻ മാത്രമാണ് എന്നോടൊപ്പം ഉള്ളത്, ഞാൻ വന്നത് അത്തരം ഒരു ഇൻട്രസ്റ്റിലൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായി പുള്ളി എൻ്റെ കൂടെ നടക്കുമ്പോൾ ഇതുപോലെ ട്രോളുന്നവർ ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ പുള്ളിയെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുള്ളി ഇറങ്ങി നാണമില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിച്ച് ഈ രാഷ്ട്രീയം വരുമ്പോഴത്തേക്ക് പിന്നെ കണ്ണും മൂക്കൊന്നും കാണത്തില്ലല്ലോ, കട്ടിക്കടിക്കുമല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി സ്വാഭാവികമായി മറ്റൊന്നും ചിന്തിക്കാതെ ഒരു മനുഷ്യൻ പ്രതികരിച്ചതാണ്, നിങ്ങളിങ്ങനെ എൻ്റെ കൂടെ നടന്ന പ്രശ്നമാവും, അത് പിന്നെ രാഷ്ട്രീയമാണെന്ന് പറയില്ലേ എന്ന് ചോദിച്ചത് ഒരു മനുഷ്യൻ്റെ, കുറച്ചൊരു പ്രായമുള്ള ഒരു പ്രതിഭാധനായ മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ പ്രതികരണമാണ്. എന്നുവെച്ചാൽ അവർ രണ്ടുപേരും ഇത് ആഗോളാന്തര വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു മഹാപ്രശ്നമായി മാറുമെന്നോ, അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ വരുമെന്നോ എല്ലാ അന്താരാഷ്ട്ര ചാനലുകളും യൂട്യൂബ് ചാനലുകളും വാർത്താ ചാനലുകളും ഒക്കെ വിചാരണ ചെയ്യുന്നത് പോലുള്ളൊരു മഹാസംഭവമാകുമെന്ന് അവിടെ എത്തിയ റഫീഖോ ഈ പറഞ്ഞ മമ്മൂട്ടിയോ വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വിചാരിക്കാനാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു മഹാനടന് അതിനേക്കാൾ നന്നായി അത് അഭിനയിക്കാൻ, അല്ലെങ്കിൽ അത് കാണിക്കാൻ, അതെപ്പോൾ പറയണമെന്ന് പറയാൻ ഒക്കെ അദ്ദേഹത്തിനും കഴിയുമല്ലോ. ഇതൊന്നും അല്ലാതെ അദ്ദേഹം വേറൊരാളിനോട് വേണമെങ്കിൽ ചെവി പറഞ്ഞാൽ പോരെ, കൂടെ വന്ന ഒരാളിനോട് റഫീഖ് അങ്ങ് മാറാൻ പറ എന്നൊക്കെ പറഞ്ഞൂടെ. ഇത് സ്വാഭാവികമായി ഒരു മനുഷ്യൻ, നമ്മൾ സാറിന് കാണത്തില്ലേ, ചേടാ എന്തോ ഈ കാണിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഉണ്ടായ ഒരു പ്രതികരണമാണ് ഈ സംഗതി. ഇതിൻ്റെ ന്യായാന്യായങ്ങൾ വലുതായി തലനാഴിര കീറി പരിശോധിക്കുന്നതിലൊന്നും കാര്യമില്ല. അത് അവർ തമ്മിലൊന്ന് ഫോണിൽ സംസാരിച്ചാൽ ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഞാൻ അതുകൊണ്ടല്ല വന്നതെന്നും പറയുന്നിടത്ത് അവസാനിക്കുന്ന
ഒരു സംഗതിയെ ഇതിലുള്ളൂ എന്നതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ഇതിലെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? റഫീഖും മമ്മൂട്ടിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു വിഷയം, ഈ പ്രതിഭകളായ മനുഷ്യർക്കെല്ലാം ഇതുപോലെ ചില പ്രത്യേക ശീലങ്ങളും ഭാവങ്ങളും മൂഡ് സ്വിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ മമ്മൂക്കയ്ക്ക് മാത്രമല്ല. ഇപ്പോൾ പിന്നെ നമ്മുടെ പിണറായി വിജയൻ സഖാവ്, അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഒരു പ്രതിഭയാണ്, ഒരു വലിയ അതികായനാണ്. അദ്ദേഹം ചിലപ്പോൾ ചിലരിടത്ത് ആ മൂഡിൽ ചൂടാവുക, ചിലർക്ക് സെൽഫിക്ക് വഴങ്ങാതിരിക്കുക, മൈക്ക് കേടാവുമ്പോൾ അത് വല്ലാണ്ട് പിന്നെ അതിനോട് പ്രതികരിക്കുക, ചില ഭാവങ്ങളിൽ, ചില ദേശീയ ഭാവങ്ങളിൽ ചിലർ വിളിച്ചിട്ട് താമസിച്ചാൽ പുള്ളി നടന്നങ്ങ് മൈക്കിൻ്റെ മുമ്പിലോട്ട് ചെല്ലുക, ചിലർ അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞ് മനോഹരമായ വാക്കുകൾക്ക് വളരെ നന്ദി എന്നൊക്കെ പറയുമ്പം വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, അത്രയൊന്നും കൂടുതലാവണ്ട എന്നൊക്കെ പറയുന്നത് നമ്മളീ പറഞ്ഞില്ലേ, പലതരം രോഗങ്ങൾ, പ്രായം, ശീലം, പിന്നെ മഹാപ്രതിഭകളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ പലരെയും കാണുമ്പോൾ, നമ്മൾ പല എഴുത്തുകാരെയും നാടക നടന്മാരെയും മറ്റു പല പ്രതിഭകളെയും കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു സ്വാഭാവിക ജീവിതത്തിൽ അവരൊരുപാട് വ്യത്യസ്തരാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു യേശുദാസ്, പിന്നെ നല്ല ഗായകനാണ്, പക്ഷേ പുള്ളിയടുത്ത് നേരിട്ട് സമീപിച്ചാൽ പുള്ളിയെ സമീപിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളും പല വിഷയങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രതിഭകൾക്കെല്ലാം ഉണ്ട്. എം ടി വാസുദേവൻ നായർക്ക് അങ്ങനെയുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലർക്കും ഉണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആംഗിളിൽ അങ്ങനെ അങ്ങ് കണ്ട് കരുതി ആ വിഷയത്തെ വിട്ട് ഈ ദയവായി ആ പിടിവിട്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതിനെ അതിൻ്റെ ഒരു സ്വാഭാവികതയിൽ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.